ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണം ഭാഗം 375. ഇന്ന് ജനുവരി മാസം 9-ാം തീയതി. 9-ാം ദിനത്തിലെത്തും. വിരലിൽ വെറുതെ എണ്ണിയെടുക്കാവുന്ന ദിവസങ്ങളെ ആയുള്ളൂ പുതുവർഷം പിറന്നിട്ട്. പുതുവർഷ ദിനം ആദ്യ ദിനം പിന്നിട്ടിട്ട്. എന്ത് വേഗമാണ് മിക്കവരും വല്ലാതെ മടുത്തു തുടങ്ങിയത്. ഏതാണ്ട് ഒരാണ്ട് തീരാറായ അവസ്ഥയിലേക്ക് പതിയെ എത്തിയതുപോലെ വിരസവും വിഷമങ്ങൾ നിറഞ്ഞതുമാകുന്നു അനുദിന കാര്യങ്ങൾ. തന്നേക്കാൾ കേമന്മാരായ 7 ആത്മാക്കളെ കൂടി ദുഷ്ടലാക്കോടെ കൂട്ടിക്കൊണ്ടുവന്ന ദുരാത്മാവിനെ ഓർത്തതോടുകൂടി ഉണ്ടായിരുന്ന ധൈര്യവും ഉള്ളിൽ നിന്ന് പോയി. മാത്രമല്ല, വീണതിനും ഇനി വീഴുന്നതിനും ചാരാൻ നല്ലൊരു പഴിയും പഴുതും ഈ ദുഷ്ടാത്മാക്കളെ കൂട്ടുപിടിച്ചാൽ കിട്ടുമല്ലോ എന്നൊരു വിചാരവും വീണ് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും കൂടി വട്ടമിട്ട് ഒരുമിച്ച് ആക്രമിച്ചാൽ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? യേശുവിൻ്റെ ആ സങ്കടം നിറഞ്ഞ വാക്കുകൾ മത്തായി ശ്ലീഹ രേഖപ്പെടുത്തുന്നുണ്ട്. അതൊന്ന് വായിച്ചു പോകുന്നത് ഉചിതമാണ്. 12-ാം അധ്യായത്തിൽ നമുക്ക് കണ്ടുകിട്ടുന്നില്ലേ, അങ്ങനെ ആ മനുഷ്യന്റെ അവസാനത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ ശോചനീയമായി തീരുന്നു. ദൈവവിചാരത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും സ്പേസ് വല്ലാതെ ശൂന്യമായി കിടക്കുന്നു എന്നതാണ് ആദ്യ കുഴപ്പം. ദുരാത്മാവ് വിട്ടുപോയതോടുകൂടി ഭവനമൊക്കെ വൃത്തിയാക്കി എടുത്തായിരുന്നു. പക്ഷേ നിറയ്ക്കേണ്ട ദൈവ അനുഭവത്തെ, അതിനുള്ളിൽ ഉറപ്പുവരുത്തേണ്ട ബാധ്യത ആ മനുഷ്യനുണ്ടായിരുന്നു. അതയാൾ നിർവഹിച്ചില്ല എന്നതാണ്. പ്രകൃതിയിലേക്കെങ്കിലും നമ്മളൊന്ന് എത്തി നോക്കിയിരുന്നെങ്കിൽ. ജർമ്മൻ എഴുത്തുകാരനും ഫോറസ്റ്ററൊക്കെയായ പീറ്റർ വോലേബൻ എഴുതിയ അതിമനോഹരമായൊരു പുസ്തകമുണ്ട്. ദി ഹിഡൻ ലൈഫ് ഓഫ് ട്രീസ് എന്നാണ് അതിൻ്റെ ടൈറ്റില്. വൃക്ഷങ്ങളുടെ രഹസ്യ ജീവിതമാണ്. കൗതുകകരവും നാടകീയത നിറഞ്ഞതുമായ വൃക്ഷങ്ങളെ സംബന്ധിച്ച നിരവധി വിവരണങ്ങളിലേക്കാണ്, അത്തരമൊരു അത്ഭുത ലോകത്തിലേക്കാണ് എഴുത്തുകാരൻ നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. വൃക്ഷങ്ങൾ മനുഷ്യരെ പോലെ സാമൂഹിക ജീവിതം നയിക്കുന്നു. അവ പരസ്പരം പരിപാലിക്കുന്നു, അന്യോന്യം ആശയവിനിമയം നടത്തുന്നു, പോഷകങ്ങൾ പങ്കുവെക്കുന്നു, അപകടങ്ങളെക്കുറിച്ച് വേണ്ടത്ര മുന്നറിയിപ്പുകൾ കൊടുക്കുന്നു. അത്ഭുതം തോന്നുന്നുണ്ട്. ഇതൊക്കെ സാധ്യമായ കാര്യങ്ങളാണോ? ഒരു ആഫ്രിക്കൻ അക്വേഷ മരത്തിൻ്റെ ഒരു ഉദാഹരണ വിവരണമുണ്ട് ഈ പുസ്തകത്തിൽ. അക്വേഷ മരത്തിൻ്റെ ഇലകളിൽ എവിടുന്നെങ്കിലും ഒരു ജിറാഫ് വന്ന് കടിച്ചു തുടങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ ആ വൃക്ഷം ഒരു രാസവസ്തു അന്തരീക്ഷത്തിലേക്ക് നിർഗമിപ്പിച്ച് തൻ്റെ അടുത്തെത്തിയ ജിറാഫ് എന്ന് പറയുന്ന അപായത്തെക്കുറിച്ച് ഒപ്പമുള്ള മറ്റ് വൃക്ഷങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഈ ഗന്ധം വായുവിൽ പരന്ന് അടുത്തടുത്തുള്ള മരങ്ങളിലെത്തുമ്പോൾ അവ ആ ഗന്ധം തിരിച്ചറിയുകയും അപകടം എന്താണെന്ന് മനസ്സിലാക്കുകയും ജിറാഫുകൾ തങ്ങളുടെ അടുത്തെത്തുന്നതിന് മുൻപ് വിഷകരമായ രാസവസ്തുക്കൾ ഇലകളിൽ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. അതോടുകൂടി അത്തരം ഇലകളും മരത്തെയും ഉപേക്ഷിച്ച് ജിറാഫുകൾ മറ്റൊരിടത്തേക്ക് പോകേണ്ടി വരുന്നു. പറഞ്ഞു വരുന്നത്, ഈ സസ്യലതാദികൾ പോലും കാട്ടുന്ന ചില വിവേകം മനുഷ്യരെന്ന നിലയിൽ നമുക്ക് എന്തേ ഇല്ലാതെ പോകുന്നു എന്നുള്ള ഒരു സങ്കടത്തോടു കൂടി നമുക്ക് ഈ പുലരിയെ കുറെ കൂടി പൗത്രമാക്കാം. ഒപ്പമുള്ള യേശുവിൻ്റെ കൃപയാലും കരുത്താലും നമുക്ക്
ചെന്നെത്തിപ്പിടിക്കാവുന്ന എന്തുമാത്രം ഉന്നത കാര്യങ്ങളുണ്ടെന്നുകൂടി ഓർത്തും ഓർമ്മപ്പെടുത്തി പ്രാർത്ഥനയോടുകൂടി ആമേൻ.